ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മമ്മാസ് ഗ്രീൻ ഹൗസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് വളരെ സ്വാദിഷ്ടമായതും എന്നാൽ വളരെയധികം പോഷകഗുണങ്ങൾ അടങ്ങിയിട്ടുള്ളതുമായ കർക്കിടക ഔഷധ ലഡുവിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. കർക്കിടക മാസത്തിൽ പൊതുവെ എല്ലാവർക്കും വളരെയധികം അസുഖങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്ന ഒരു സമയം കൂടിയാണ്. അതുകൊണ്ട് ഈ ഔഷധ ലഡു കഴിക്കുന്നതിലൂടെ നമുക്ക് നമ്മുടെ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനും വാതപിത്ത കഫ സംബന്ധമായ എല്ലാതരം രോഗങ്ങൾക്കും പ്രത്യേകിച്ച് നടുവേദന, സന്ധിവാതം പോലുള്ള രോഗങ്ങൾ വരാതെ തടയുവാനും ഇതുകൊണ്ട് സാധിക്കുന്നു. അത്രയ്ക്കും നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ആൻറ്റി ഓക്സിഡൻറ്റുകളുടെ ഒരു കലവറ തന്നെയാണ് നമ്മുടെ ഈ ഔഷധ ലഡു. കർക്കിടക മാസത്തിൽ ചുരുങ്ങിയത് ഒരു 7 ദിവസമെങ്കിലും നിങ്ങളെല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി കഴിക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ അരി നല്ലതായി മുരിഞ്ഞ് പാകമായിട്ടുണ്ട്. നമുക്കിത് സ്ലോ ആക്കി കൊടുക്കാം. നല്ലതായിട്ട് സ്ലോ ആക്കി കൊടുക്കാം. നമുക്കിത് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് അടുത്തതായി ഉണക്കലരി വറുത്തെടുക്കാം. നമ്മുടെ ഉണങ്ങലരി നല്ലപോലെ വറുത്ത് പാകമായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് വാങ്ങി വയ്ക്കാം. ഇനി നമ്മൾ അടുത്തതായി എടുക്കുന്നത് നവര അരിയാണ്. നമ്മുടെ നവരരി ഇവിടെ പാകമായി കിട്ടിയിട്ടുണ്ട്. നമുക്കിത് വാങ്ങി വയ്ക്കാം. ഇനി നമുക്ക് കപ്പലണ്ടി വറുക്കാം. ഇവിടെ കപ്പലണ്ടി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നമുക്കിത് വാങ്ങി വയ്ക്കാം. ഇനി നമുക്ക് മുതിര വറുത്തെടുക്കാം. നമുക്കിത് വറുക്കുമ്പോൾ ഇല്ലേ ഗ്യാസ് കുറച്ച് ഫാസ്റ്റായിട്ട് വെക്കണം കേട്ടോ സ്റ്റാർട്ടിങ്ങിൽ. അത് കഴിഞ്ഞിട്ട് നല്ല ചൂടായിട്ട് പൊട്ടാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഗ്യാസ് സ്ലോ ആയിട്ട് വെക്കേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ എന്താ കരിഞ്ഞു പോകും കേട്ടോ. അതുകൊണ്ടാണ് സ്ലോ ആക്കി വെക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മുടെ മുതിരി നല്ലപോലെ വറുത്ത് പാകമായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിത് വാങ്ങി വയ്ക്കാം. ഇനി നമുക്ക് എള്ള് വറുക്കാം. അപ്പോൾ നമ്മുടെ എള്ളും നല്ല പാകമായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് വാങ്ങി വയ്ക്കാം. ഇനി നമുക്ക് കോറ വറുത്തെടുക്കാം. ഇതിന് നാച്മി എന്നും പേര് പറയൂ കേട്ടോ. ഞങ്ങളുടെ അവിടേക്ക് ഇതിനെ കോറ എന്നാ പറയുക. അപ്പം നമ്മുടെ കോറ ഇവിടെ പാകമായി കിട്ടിയിട്ടുണ്ട്. നമുക്കത് വാങ്ങി വയ്ക്കാം. ഇനി അടുത്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കേണ്ടത് ഉലുവയാണ്. ഇത് നമുക്ക് നല്ലപോലെ വറുത്തെടുക്കാം. അപ്പോൾ നമുക്ക് ഇതും മാറ്റിയെടുക്കാം. ഇനി നമുക്ക് വറുത്തെടുക്കാനുള്ളത് ജീരകമാണ് കേട്ടോ. നല്ല ജീരകം.
അപ്പം നമ്മുടെ ജീരകവും നല്ല പാകമായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് വാങ്ങിക്കാം. ഇനി നമുക്ക് വറുത്തെടുക്കാം അയമോദകം. അപ്പം നമുക്ക് അയമോദകവും വറുത്ത് പാകമായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് വാങ്ങിക്കാം. ഇനി നമുക്ക് വറുത്തെടുക്കേണ്ടത് ആശാളിയാണ്. നല്ലപോലെ പൊട്ടാൻ തുടങ്ങിയിട്ട് നമുക്ക് ഗ്യാസ് സ്ലോ ആക്കാം. അപ്പോൾ ഇത് നല്ലപോലെ പാകമായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് വാങ്ങിക്കാം. ഇനി നമുക്ക് വറുത്തെടുക്കാനുള്ളത് ചതകുപ്പയാണ്. അപ്പോൾ നമ്മുടെ ചതകുപ്പിയും പാകമായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് വാങ്ങിക്കാം. ഇനി നമുക്ക് വറുത്തെടുക്കാനുള്ളത് ബദാമും വറുത്ത് പാകമായി കിട്ടിയിട്ടുണ്ട്. വാങ്ങിക്കാം. ഇനി നമുക്ക് അണ്ടിപ്പരിപ്പ് വറുത്തെടുക്കാം. അപ്പോൾ നമ്മുടെ അണ്ടിപ്പരിപ്പും വറുത്ത് പാകമായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് വാങ്ങി വയ്ക്കാം. ഇനി നമുക്ക് ഏലക്കായ വറുത്തെടുക്കാം. ഏലക്കായ വറുത്ത് പാകമായി കിട്ടിയിട്ടുണ്ട്. വാങ്ങി വയ്ക്കാം. ഇനി നമുക്ക് അടുത്തത് തേങ്ങ ചിരകിയതാണ്. ഇത് വറുത്തെടുക്കാം. അപ്പോൾ നമ്മുടെ തേങ്ങ ഇവിടെ വറുത്ത് റെഡിയായി കിട്ടിയിട്ടുണ്ട്. നമുക്കിത് വാങ്ങി വയ്ക്കാം. അപ്പോൾ നമ്മുടെ എല്ലാ ഇൻഗ്രീഡിയൻസും ഇവിടെ വറുത്ത് റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് പൊടിച്ച് കൊണ്ടുവരാം. എന്നിട്ട് വേണം ലഡ്ഡു ഉണ്ടാക്കാൻ. ഓക്കെ. അപ്പോൾ അതിന് മുന്നേ ഞാൻ ശർക്കര പാവ് കാച്ചാൻ വെക്കണം എനിക്ക്. അപ്പോൾ നമ്മുടെ പൊടിയെല്ലാം ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം മിക്സ് ആക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കര പാവ് കാച്ചിയത് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കാം. പൊടി ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ ഔഷധ ഗുണമുള്ള നമ്മുടെ കർക്കിടക ഔഷധ ലഡ്ഡു ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇഷ്ടമായെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. ഒപ്പം തന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതോടൊപ്പം തന്നെ എൻ്റെ ഈ വീഡിയോ കാണുന്ന എൻ്റെ എല്ലാ കൂട്ടുകാരും എൻ്റെ ഈ ചാനലിന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.